കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സഹകരണ മേഖലയിൽ FBO സംവിധാനം വരുന്നു. തോടന്നൂർ ബ്ലോക്ക് കേന്ദ്രമായി രൂപീകരിച്ച പദ്ധതിയുടെ ഓഫീസ് ഉദ്ഘാടനം നാളെ കുറ്റ്യാടി MLA KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സഹകരണ മേഖലയിൽ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ആൻഡ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന FPO സംവിധാനം വരുന്നു. തോടന്നൂർ ബ്ലോക്ക് കേന്ദ്രമായി ആരംഭിക്കുന്ന ജില്ലയിലെ ആദ്യ FBO ഓഫീസ് ഉദ്ഘാടനം നാളെ കുറ്റ്യാടി MLA KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉൽപാദന സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലും ഗുണനിലവാരമുള്ള വിത്തുകൾ, വളങ്ങൾ, കീടനാശിനികൾ എന്നിവ ലഭിക്കുന്നതിലുമുള്ള ബുദ്ധിമുട്ട്, ക്രെഡിറ്റ് കസ്റ്റം നിയമനം, വിത്തുൽപാദനം, മൂല്യവർദ്ധനവ് എന്നിവ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളാണ്. കർഷകർക്കാവശ്യമായ സാങ്കേതിക സഹായങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംസ്കരണം, വിപണനം എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച് കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുകയും ഇതുവഴി ഇടനിലക്കാരില്ലാതെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കാനും അവസരമൊരുക്കുന്നതാണ് FPOകൾ. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പരമാവധി വില ലഭ്യമാക്കുന്നതോടൊപ്പം കർഷകർക്ക് കേന്ദ്ര, കേരള സർക്കാരുകൾ പ്രഖ്യാപിക്കുന്ന വിവിധ ആനുകൂല്യങ്ങൾ. ഇതിൽ FPO കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ചെറുകിട നാമമാത്ര കർഷകർ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടുള്ള വിപണനം, ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ട് വിപണനം നടത്താൻ പറ്റാത്ത, അല്ലെങ്കിൽ ന്യായവില കിട്ടി വിപണനം നടത്താൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. അത് മാർക്കറ്റ് ഫെഡിലൂടെ വിപണനം നടത്താൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു ക്രമീകരണമാണ് സംസ്ഥാന സഹകരണ വകുപ്പ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതേപോലെ ഇവിടെയുള്ള ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി കർഷകർക്ക് കൃത്യമായി ന്യായമായ വില കിട്ടാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കലാണ് FPOയുടെ പ്രധാനപ്പെട്ട ചുമതല. അതോടൊപ്പം തന്നെ വിത്ത്, വളം, കീടനാശിനി, അതുപോലുള്ള കാർഷിക ഉപകരണങ്ങൾ, ഇതൊക്കെ തന്നെ കൃത്യമായി ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള വലിയ വേവലാതി കർഷകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ കൃത്യമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും സഹായത്തോടു കൂടി ഈ ഒരു FPO പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് ഏജൻസികളുടെയും സഹായം കർഷകർക്ക് കിട്ടാൻ വേണ്ടി പോവാണ്. അതോടൊപ്പം തന്നെ യഥാസമയം ഈ കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും പ്രഖ്യാപിക്കുന്ന കർഷകർക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾ അവരുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ കർഷകർക്ക് ഇത് എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കാൻ പറ്റാവുന്ന ഏജൻസിയായും ഈ FPO മാറും എന്നതാണ് ഇത് സംബന്ധിച്ച്, ഇതിൻ്റെ ഒരു രൂപഘടന സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. അതിൻ്റെ ഓഫീസ് ഉദ്ഘാടനമാണ് ഈ 31-ാം തീയതി KP കുഞ്ഞമ്മദ്കുട്ടി മാഷ് ബാങ്ക് റോഡിൽ വെച്ച് നിർവഹിക്കാൻ വേണ്ടി പോകുന്നത്. യഥാസമയം ലഭ്യമാക്കാനുമുള്ള സപ്പോർട്ടിംഗ് ഏജൻസിയായും FPO പ്രവർത്തിക്കും. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ. ദുബായിലും ചൈനയിലും തരംഗമായി മാറിയ സൂറൽ വെള്ളച്ചാട്ടം ഇനി വടകരയിലും. ഈ ഓണമഹോത്സവത്തിൽ വടകരയ്ക്ക് ഭംഗിയേകി മിഴിവേകി ഇതാ അതിഗംഭീരമായ ഒരു മേളയ്ക്ക് സമാരംഭം. വടകര ഫെസ്റ്റ് 2K25. വടകര പുതിയ ബസ് സ്റ്റാൻഡ് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപം ഓഗസ്റ്റ് 13 മുതൽ സെപ്റ്റംബർ 14 വരെ നീണ്ടുനിൽക്കുന്ന നവകേരളം വടകര ഫെസ്റ്റ് 2025.